ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വണ്ണം കുറയ്ക്കുക എന്നത് പല ആളുകളെയും സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തിട്ടും വണ്ണം കുറയാത്തവർ ഈ ചെറിയ ശീലങ്ങളൊന്ന് ജീവിതചര്യയുടെ ഭാഗമാക്കി നോക്കൂ. നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ കഴിയും. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ശരീരഭാരം കുറയാൻ സാധിക്കുന്നില്ലേ നിങ്ങൾക്ക്? വ്യായാമം ചെയ്യാൻ സമയമില്ല എന്നത് വണ്ണം കുറയ്ക്കാനുള്ള ശ്രമത്തിന് തടസ്സമാണോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. തടി കുറയ്ക്കാൻ പാടുപെടുന്നവർ ധാരാളമുണ്ട് അല്ലേ ഗൈസ്? പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്നുവെന്ന് പരാതി പറയുന്നവർ നമുക്കിടയിൽ കുറച്ചൊന്നുമല്ല ഉള്ളത്. കൃത്യമായ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടിട്ടും ഭക്ഷണം ക്രമീകരിച്ചും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അതേസമയം തടി കൂടുന്നു എന്ന് പരാതി പറയുകയും അത് കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റു മാർഗങ്ങളൊക്കെ മടി മൂലം ചെയ്യാതെ കഴിയുന്നവരുമുണ്ട്. പലപ്പോഴും ഇവർ പറയുന്ന പ്രധാന കാരണം സമയക്കുറവ് എന്ന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കി നോക്കൂ, വ്യത്യാസം തിരിച്ചറിയാൻ കഴിയും. ഒന്നാമതായിട്ട്, പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് ഒരിക്കലും. ഇത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മിശ്രിതമായാൽ അത്രയ്ക്ക് നല്ലത്. രണ്ടാമതായിട്ട്, പ്രഭാത ഭക്ഷണത്തിന് ഓട്സ് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനിയുള്ളതാണ്, ഭക്ഷണം എല്ലായ്പ്പോഴും അറിഞ്ഞു കഴിക്കാൻ ശ്രമിക്കുക. വയർ നിറഞ്ഞിട്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കുന്നത് പൊണ്ണത്തടിക്ക് കാരണമാകും എന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ കഴിക്കാൻ. ടിവിയുടെ മുന്നിലിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടുമൊക്കെ കഴിക്കുന്നത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കണം. ഇത് ചിലപ്പോഴെങ്കിലും നിയന്ത്രണമില്ലാതെ കഴിക്കുന്നതിന് കാരണമാകാം. ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് എന്നിവയൊക്കെ പരമാവധി ഒഴിവാക്കണം. ഇത്തരം ഭക്ഷണങ്ങൾ രുചികരമാണെങ്കിലും ആരോഗ്യത്തിന് വളരെ ദോഷം സൃഷ്ടിക്കുന്നുണ്ട്. കഴിക്കണമെന്ന് തോന്നിയാൽ മാസത്തിൽ ഒന്നായി അത് ചുരുക്കി കൊണ്ടുവരണം. ഒലിവ് ഓയിലിൽ തയ്യാറാക്കിയെടുക്കുന്ന ഭക്ഷണം മികച്ച ഹെൽത്തി ഓപ്ഷനാണ്. ആ വിധത്തിൽ പാകം ചെയ്തെടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിവതും നിങ്ങൾ ഒഴിവാക്കണം. അതിനു പകരം നട്ട്സ് കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ ഓഫീസിലും അപ്പാർട്ട്മെൻറ്റിലുമൊക്കെ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അവയുടെ സഹായം നിങ്ങൾ ഒഴിവാക്കിയിട്ട് സ്റ്റെയർകേസ് ഉപയോഗിക്കാം. വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഇത് മികച്ചൊരു വ്യായാമമാണ്. നിങ്ങളുടെ പ്രധാന ആഹാരത്തിന് മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇത് വയർ നിറഞ്ഞിരിക്കുന്ന പ്രതീതി നിങ്ങളിൽ സൃഷ്ടിക്കുന്നു. തന്മൂലം അധികം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. നിങ്ങൾ ഇടയ്ക്ക് കുടിക്കുന്ന ചായയ്ക്ക് പകരം ഗ്രീൻ ടീ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. രാത്രി ഉറങ്ങുന്നതിന് കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. 8 മണിക്ക് മുമ്പായി കഴിക്കുന്നതാണ് ഉചിതമായ സമയം. ഇനി അഥവാ അതിനുശേഷം വിശക്കുകയാണെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കുകയോ അല്ലെങ്കിൽ പാട കളഞ്ഞ 1 ഗ്ലാസ് പാൽ കുടിക്കുകയോ ആവാം. നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടമാണോ ഗൈസ്? എങ്കിൽ ഒരു വ്യായാമത്തിന് നിങ്ങൾ പോകേണ്ട. വീട്ടിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ച് അതിനനുസരിച്ച് ചുവട് വെച്ച് നോക്കൂ. നിങ്ങളുടെ വണ്ണം പെട്ടെന്ന് കുറയുന്നതായിരിക്കും. നടന്നു പോകുന്ന ദൂരങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കുന്ന ശീലം മാക്സിമം ഒഴിവാക്കണം. ചെറിയ ദൂരങ്ങൾ നടന്നു തന്നെ പോകാം. ഇത് നിങ്ങളെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഓഫീസിലൊക്കെ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് 10 മിനിറ്റ് നടക്കാൻ ശ്രദ്ധിക്കണം. വീട് വൃത്തിയാക്കുന്നതും തുടയ്ക്കുന്നതുമൊക്കെ വ്യായാമമാണ്. ഈ കാര്യങ്ങളും മുടങ്ങാതെ നിങ്ങൾക്ക് ചെയ്യാം. മാനസിക പിരിമുറുക്കം ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രെസ് മാക്സിമം ഒഴിവാക്കണം. മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി നിങ്ങൾ വിട്ടുനിൽക്കുക. ജ്യൂസുകൾ കഴിക്കുമ്പോൾ അതിൽ പഞ്ചസാര ചേർക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം. വളരെ വൈകി ഉറങ്ങുന്ന ശീലമുള്ളവരാണോ നിങ്ങൾ?
വണ്ണം കുറയ്ക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തെ ഇത് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉറക്കം ഉറപ്പാക്കണം. ടി വി കാണുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്ക് യോഗ പരിശീലിക്കാവുന്നതാണ്. നീന്തൽ, നടത്തം, ജോഗിംഗ് എന്നിവ താൽപ്പര്യത്തോടെ നിങ്ങൾ ചെയ്തു നോക്കണം. ബേക്കറി പലഹാരങ്ങളും കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും കഴിക്കുന്നത് പാടെ ഒഴിവാക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ അതും കുറയാൻ സഹായിക്കും. മൈദ ചേർത്ത ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് തടി കൂടാൻ കാരണമാകും. അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം. ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കുറയ്ക്കാൻ ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം എന്നിവയൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമായി 3 നേരം വയർ നിറച്ച് കഴിക്കുന്നതിന് പകരം 2-3 മണിക്കൂർ ഇടവിട്ട് ചെറിയ അളവിൽ കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ അറിയാൻ കഴിയും. നിങ്ങൾ ഹോട്ടൽ ഫുഡ് കഴിക്കുന്നവരാണോ? പരമാവധി ഹോട്ടൽ ഭക്ഷണം കുറയ്ക്കാൻ തന്നെ ശ്രമിക്കണം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഗുണപ്രദം. മദ്യപിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ കേട്ടോളൂ, ഈ ശീലം വണ്ണം കൂട്ടാൻ കാരണമാകും. സ്വീറ്റ് വൈൻ, ബിയർ തുടങ്ങിയവ നിങ്ങളുടെ ശരീരഭാരം വർദ്ധിപ്പിക്കും. ഭക്ഷണം കഴിഞ്ഞ ഉടനെയുള്ള ഉറക്കം വേണ്ടാട്ടോ. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച പാടെ വന്നിരുന്ന് ജോലി ചെയ്യുന്ന ശീലവും ഒഴിവാക്കണം. ചെറിയ സമയത്തെ ഇടവേള എടുത്ത ശേഷം തിരികെ ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. ഈ സമയത്ത് അധികം സ്പീഡില്ലാതെ ഒരല്പം നടക്കാം. ധാരാളം ഇലക്കറികൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അച്ചാർ അധികം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ജോലി തിരക്കൊക്കെ വിട്ട് വീട്ടിലെത്തിയാൽ ഒരല്പം നടക്കാൻ പോകാം. മനസ്സിനും ശരീരത്തിനും ഇത് കുളിർമയേകാൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യൂ, നിങ്ങളുടെ വണ്ണം കുറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്.